ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ മജൂസ് ഉണ്ടാക്കിയെടുത്താലോ? അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ നന്നായി ഫ്രഷായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ നമുക്ക് അതിലോട്ടുള്ള ഗരം മസാല, അതുപോലെ കുറച്ച് മുളക് പൊടി, ഇവയെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും അതുപോലെ എരിവിനനുസരിച്ചും നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ പലർക്കും പല വിധത്തിലായിരിക്കും എരി കൂടുന്നത്, എരി കുറവുള്ളതൊക്കെ. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് മല്ലിപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയതാണ്. കുറച്ച് മല്ലിപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി ഞാൻ പുളിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും ഇട്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിയും കരിവേപ്പിലയും കുറച്ച് ഉപ്പും അതുപോലെ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി. ഇനി ഇത് നന്നായി ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. വാടി വരുന്ന ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ച ആ ചിക്കനിൽ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമാവേണ്ട, കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ അരിയുടെ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. മജ്ബൂസിൻ്റെ ആ ഒരു അരി ലെവൽ, ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെക്കും. ആ ഒരു ലെവലിൽ 2 ഗ്ലാസ് അരിയാണ്, ഞാനിത് 4 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. ഇപ്പോൾ ഏകദേശം ഒന്ന് വരുന്ന സമയത്ത് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വിസിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ചിക്കനും റൈസും എല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയുള്ള മജ്ബൂസ് റെഡി.